മോഹൻലാലിന്റെ ഉടൻ വരുന്ന വമ്പൻ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് മോഹൻലാലിന്റെ ഇനി വരുന്ന വമ്പൻ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ്. മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ എല്ലാ സുഹൃത്തുക്കളോടും ഒരു കുഞ്ഞു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്നുണ്ടെങ്കിലും നിങ്ങളിൽ പലരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. ഇന്ന് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആദ്യം പറയുന്ന മോഹൻലാൽ ചിത്രം മോഹൻലാൽ അതിഥി വേഷത്തിലെത്തുന്ന ഒരു സിനിമയെ പറ്റിയാണ്. പൃഥ്വിരാജ് സുകുമാരൻ നായകനാകുന്ന ഖലീഫ എന്ന ചിത്രത്തിൽ മോഹൻലാൽ ഒരു അതിഥി വേഷത്തിലെത്തുന്നു. പൃഥ്വിരാജ്, വൈശാഖ്, ജിനു എബ്രഹാം കൂട്ടുകെട്ടിലൊരുങ്ങുന്ന ഖലീഫയിൽ മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന കഥാപാത്രമായി മോഹൻലാൽ എത്തുന്നു. മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന കഥാപാത്രമായി അതിഥി വേഷത്തിലാണ് മോഹൻലാൽ ചിത്രത്തിലെത്തുന്നത്. രണ്ട് ഭാഗങ്ങളായി ഒരുക്കുന്ന ഖലീഫയുടെ രണ്ടാം ഭാഗത്തിൽ മാമ്പറക്കൽ അഹമ്മദ് അലിയായി മോഹൻലാൽ നായകനായും എത്തും. ആദ്യ ഭാഗത്തിലെ നായകനായ പൃഥ്വിരാജ് സുകുമാരനും രണ്ടാം ഭാഗത്തിന്റെ താരനിരയിൽ ഉണ്ടാകും. നേരത്തെ പുറത്തുവന്ന ഈ ചിത്രത്തിന്റെ ഗ്ലിംസ് വീഡിയോയിൽ മിസിസ് ഗാന്ധിയെ മുട്ടുകുത്തിച്ച മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന കഥാപാത്രത്തെക്കുറിച്ച് പരാമർശമുണ്ടായിരുന്നു. എങ്കിലും ആ വേഷം ചെയ്യുന്നത് ആരാണെന്ന് പുറത്തുവിട്ടിരുന്നില്ല. ജിനു ഇന്നോവേഷന്റെ ബാനറിൽ ജിനു എബ്രഹാമും സൂരജ് കുമാറും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന കഥാപാത്രത്തിന്റെ കൊച്ചുമകനായ മാമ്പറക്കൽ അമീർ അലി എന്ന നായക കഥാപാത്രമായാണ് പൃഥ്വിരാജ് ഖലീഫയിൽ അഭിനയിക്കുന്നത്. പോക്കിർ രാജയ്ക്ക് ശേഷം വൈശാഖും പൃഥ്വിരാജും ഒന്നിക്കുന്ന ഈ ചിത്രം ഓഗസ്റ്റ് ആദ്യവാരം ലണ്ടനിലാണ് ചിത്രീകരണം ആരംഭിച്ചത്. ദുബായ്, ഇന്ത്യ, നേപ്പാൾ എന്നിവിടെയാണ് ചിത്രത്തിന്റെ മറ്റ് പ്രധാന ലൊക്കേഷനുകൾ. മോഹൻലാൽ അതിവേഷത്തിലെത്തുന്ന ഈ ഒരു ചിത്രം ഒരു വമ്പൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് ഞാൻ പറയുന്നത് മോഹൻലാൽ ആരാധകർ വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ചിത്രത്തെ പറ്റിയാണ്. തുടരും സിനിമയുടെ വിജയത്തിന് ശേഷം മോഹൻലാൽ തരൺമൂർത്തി കൂട്ടുകെട്ടിലെത്തുന്ന ചിത്രത്തിന് വേണ്ടി മോഹൻലാൽ ആരാധകർ വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം മോഹൻലാൽ കാക്കി വേഷം അണിയും എന്ന തരത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട മലയാള ചിത്രം L365 പകരം ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ നിർമ്മാണത്തിൽ മോഹൻലാൽ തരൺമൂർത്തി ചിത്രം ഒരുങ്ങുന്നു. തുടരും സിനിമയുടെ വിജയത്തിന് ശേഷം മോഹൻലാൽ തരൺമൂർത്തി കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണിത്. വർഷങ്ങൾക്ക് ശേഷം മോഹൻലാൽ കാക്കി വേഷം അണിയുമെന്ന തരത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട മലയാള ചിത്രം L365 പകരം ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ നിർമ്മാണത്തിൽ മോഹൻലാൽ തരൺമൂർത്തി ചിത്രം വരുന്നു. തുടരും സിനിമയുടെ വിജയത്തിന് ശേഷം മോഹൻലാൽ തരൺമൂർത്തി കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണിത്. തന്റെ അടുത്ത ചിത്രം മോഹൻലാലിനോടൊപ്പം തന്നെയാകുമെന്ന് സംവിധായകൻ തരൺമൂർത്തി തന്നെ സൂചന നൽകിയിരുന്നു. അതിനു പിന്നാലെയാണ് പ്രേക്ഷകരെ ആവേശത്തിലാക്കി പുതിയ ചിത്രത്തിന്റെ പ്രഖ്യാപനം ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്നത്. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആദ്യമായി എത്തുന്ന മോഹൻലാൽ ചിത്രവും ഇതായിരിക്കും. ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത് രതീഷ് രവിയാണ്. തുടരും ഉൾപ്പെടെ മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് ക്യാമറ ചലിപ്പിച്ച ഷാജികുമാറാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. തരൺമൂർത്തിയുടെ മൂന്നാം സംവിധാന സംരംഭമായ തുടരും ബോക്സ് ഓഫീസിൽ നിന്ന് 235 കോടി രൂപയോളം കളക്ട് ചെയ്തിരുന്നു. കേവലം 28 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച ചിത്രം മോഹൻലാൽ, ശോഭന, പ്രകാശ് വർമ്മ എന്നിവരുടെ പ്രകടനത്തിന്റെ പേരിൽ പ്രേക്ഷകരുടെ ഇടയിൽ ശ്രദ്ധ നേടിയ ചിത്രമായിരുന്നു. തുടരും പോലെ ഒരു വൻ വിജയമായി മാറാൻ തരൺമൂർത്തി മോഹൻലാൽ കൂട്ടുകെട്ടിൽ വരുന്ന അടുത്ത ചിത്രത്തിന് സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായി ഞാൻ പറയുന്ന മോഹൻലാൽ ചിത്രം മലയാളത്തിലെ സിനിമ ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. മലയാള സിനിമ ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ സിനിമയായിരിക്കും. മലയാളത്തിന്റെ മഹാനടന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്ന മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ വരുന്ന മൾട്ടി സ്റ്റാർ ചിത്രമായ പാട്രിയേറ്റ്. വലിയ പ്രതീക്ഷയാണ് പ്രേക്ഷകർ ഈ ഒരു ചിത്രത്തിന് നൽകുന്നത്. സിനിമയുടെ ടീസർ നേരത്തെ പുറത്തിറങ്ങിയിരുന്നു. വലിയ പ്രതീക്ഷയാണ് ടീസർ നൽകുന്നത്. മലയാളം ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ചിത്രമായിട്ടാണ് ഈ പ്രോജക്റ്റ് ഒരുങ്ങുന്നത്. ചിത്രത്തിന്റെ ഓരോ ഫ്രെയിമും ബ്രഹ്മാണ്ഡ ക്യാൻവാസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര സ്പൈ ത്രില്ലറുകളെ അനുസ്മരിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ടീസറിലുള്ളത്. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഗംഭീര ആക്ഷൻ രംഗങ്ങൾ ചിത്രത്തിന്റെ ഹൈലൈറ്റായി മാറുമെന്നാണ് സൂചന. ഇരുവരുടെയും മാസ് അപ്പീലിനൊപ്പം ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര തുടങ്ങിയ താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നു. മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മാസ് ആക്ഷൻ ചിത്രങ്ങളിൽ ഒന്നായി മാറുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. സുഷീൻ ശ്യാമിന്റെ ത്രസിപ്പിക്കുന്ന പശ്ചാത്തല സംഗീതവും മാനുഷ് നന്ദൻ ഒരുക്കിയ മികച്ച ദൃശ്യങ്ങളും ടീസറിന്റെ മാറ്റ് വർദ്ധിപ്പിച്ചു. ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ, കളറിംഗ് എന്നിവയുടെ അമ്പരപ്പിക്കുന്ന നിലവാരവും ടീസറിൽ വ്യക്തമാണ്. ഈ ഒരു ചിത്രം ഒരു വൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായി പറയുന്നതാണ് മലയാള സിനിമ ആരാധകർ വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മോഹൻലാൽ ഗസ്റ്റ് റോളിലെത്തുന്ന ഒരു ചിത്രം. ദിലീപ് നായകനായി എത്തുന്ന ബബ്ബബ്ബ. ദിലീപിനെ നായകനാക്കി നവാഗതനായ സംവിധായകൻ ധനഞ്ജയ ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബബ്ബബ്ബ. ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് ഈ ഒരു ചിത്രം നിർമ്മിക്കുന്നത്. താരദമ്പതിമാരായ നൂറിൻ ഷെരീഫ്, ഫാഹിൻ സഫർ എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത്. ദിലീപിനെയും മോഹൻലാലിനെയും കൂടാതെ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നു. ഈ ഒരു ചിത്രം ഡിസംബർ 18 റിലീസ് ചെയ്യുകയാണ്. മലയാള സിനിമ ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഈ ഒരു ചിത്രം ഒരു വമ്പൻ വിജയമായി മാറുമെന്ന് നമുക്ക്
നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ഞാൻ പറയുന്നത് മോഹൻലാൽ ആരാധകർ വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മോഹൻലാലിന്റെ ഒരു പാൻ ഇന്ത്യൻ ചിത്രമാണ് വൃഷഭ. മോഹൻലാലിനെ നായകനാക്കി പ്രശസ്ത കന്നഡ സംവിധായകൻ നന്ദകിഷോർ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം കണക്ട് മീഡിയയും ബാലാജി ടെലിഫിലിംസും അഭിഷേക് എസ് വ്യാസ് സ്റ്റുഡിയോസും ചേർന്നാണ് അവതരിപ്പിക്കുന്നത്. ആക്ഷൻ, വൈകാരികത, പ്രതികാരം എന്നിവ കോർത്തിണക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നതെന്ന സൂചനയാണ് ചിത്രത്തിൻ്റെതായിട്ട് പുറത്തിറങ്ങിയ ടീസർ നൽകുന്നത്. ഒരു അച്ഛൻ മകൻ ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന അതിശക്തമായ കഥയാണ് ചിത്രം പറയുന്നത്. മോഹൻലാൽ ഒരു രാജാവിന്റെ വേഷത്തിലാണ് ചിത്രത്തിൽ എത്തുന്നത്. വമ്പൻ ക്യാൻവാസിൽ ഒരുക്കിയ ചിത്രം താരനിര കൊണ്ടും സാങ്കേതിക മികവുകൊണ്ടും പ്രേക്ഷകരെ ആകർഷിക്കുമെന്നും ടീസർ സൂചിപ്പിക്കുന്നു. മോഹൻലാലിനൊപ്പം മകനായി തെലുങ്ക് നടൻ റോഷൻ മഗ എത്തുന്നു. ഷനായ കപൂറും സാറ എസ് ഖാനും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. സഞ്ജയ് കപൂറിന്റെ മകൾ ഷനായ കപൂർ പാൻ ഇന്ത്യൻ അരങ്ങേറ്റം കുറിക്കുന്ന ചിത്രം കൂടിയാണിത്. ഈ ഒരു സിനിമ ഒരു വമ്പൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ഞാൻ പറയുന്നത് മോഹൻലാൽ ആരാധകർ മാത്രമല്ല മലയാള സിനിമ ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു ചിത്രത്തെ പറ്റിയാണ്. മോഹൻലാൽ നായകനായി എത്തുന്ന രണ്ടാം ഊഴം എന്ന സിനിമ. ഈ ചിത്രത്തിനായിട്ട് മലയാള ആരാധകർ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. സിനിമാ പ്രേമികൾ ഏറെ കാത്തിരിക്കുന്ന ചിത്രമാണ് രണ്ടാം ഊഴം. മലയാളത്തിലെ എക്കാലത്തെ മികച്ച സാഹിത്യകാരന്മാരിൽ ഒരാളായ MT വാസുദേവൻ നായർ രചിച്ച നോവലാണ് രണ്ടാം ഊഴം. ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട മലയാള നോവലായ രണ്ടാം ഊഴം സിനിമയാകുന്നുവെന്ന് അനൗൺസ് ചെയ്തത് 2017 മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ ഭീമനായി അവതരിക്കുന്നത് കാണാൻ ആരാധകർ അന്നു തൊട്ട് കാത്തിരിക്കുകയാണ്. ഒടിയന്റെ സംവിധായകൻ ശ്രീകുമാര മേനോൻ ചിത്രം സംവിധാനം ചെയ്യുമെന്ന് ആദ്യം അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് MT സ്ക്രിപ്റ്റ് തിരികെ വാങ്ങിയത് വലിയ വാർത്തയായിരുന്നു. രണ്ടാമൂഴം ഉറപ്പായും സിനിമയാകുമെന്ന് പറയുകയാണ് ഇപ്പോൾ MTയുടെ മകൾ അശ്വതി വി നായർ. 12 വർഷത്തെ റിസർച്ചിന് ശേഷമാണ് MT രണ്ടാമൂഴം എന്ന നോവൽ പൂർത്തിയാക്കിയതെന്ന് അശ്വതി പറഞ്ഞു. ആ നോവൽ സിനിമയാക്കണമെന്ന് MTയുടെ വലിയ ആഗ്രഹമാണെന്നും അത് പൂർത്തിയാക്കപ്പെടുമെന്നും അശ്വതി കൂട്ടിച്ചേർത്തു. MTക്ക് കൂടി ധാരണയുള്ള ഒരാളെ സ്ക്രിപ്റ്റ് ഏൽപ്പിച്ചിട്ടുണ്ടെന്നും അധികം വൈകാതെ സിനിമയുടെ അനൗൺസ് ഉണ്ടാകുമെന്നും അശ്വതി വി നായർ പറഞ്ഞു. ഇന്ത്യൻ സിനിമ ഇതുവരെ കാണാത്ത രീതിയിൽ ആ സിനിമ വരുമെന്നും അശ്വതി പറഞ്ഞു. മോഹൻലാലിന്റെ ഭീമനായുള്ള അവതാരത്തിനായി മലയാള സിനിമാ ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുകയാണ്. ഈ ഒരു സിനിമ ഉടൻ സംഭവിക്കട്ടെ, അതൊരു വൻ വിജയമായി മാറുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായി പറയുന്നത് മോഹൻലാൽ ആരാധകർ വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മോഹൻലാൽ അതിഥി വേഷത്തിലെത്തുന്ന ഒരു ചിത്രത്തെ പറ്റിയാണ്. ജയിലർ 2. ജയിലറിന്റെ ആദ്യ ഭാഗത്തിലും മോഹൻലാൽ അതിഥി വേഷത്തിലെത്തിയിരുന്നു. നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്ത് രജനീകാന്ത് നായകനായെത്തിയ തമിഴ് ചിത്രം ജയിലർ വൻ വിജയമായിരുന്നു. ഇപ്പോഴിതാ ജയിലറിന്റെ രണ്ടാം ഭാഗത്തിലും മോഹൻലാൽ എത്തുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ജയിലർ 2ലും മോഹൻലാൽ അതിഥി വേഷത്തിലെത്തും. ജയിലർ സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച മാത്യു എന്ന കഥാപാത്രത്തിന് വമ്പൻ പ്രതികരണമാണ് തമിഴകത്തു നിന്നും മലയാളത്തിൽ നിന്നും ലഭിച്ചത്. മോഹൻലാൽ, ശിവരാജ് കുമാർ ഉൾപ്പെടെയുള്ളവരുടെ അതിഥി വേഷങ്ങൾക്ക് സ്ക്രീൻ ടൈം കുറവാണെങ്കിലും ഈ കഥാപാത്രങ്ങൾക്കെല്ലാം വിശദമായ പശ്ചാത്തലം നെൽസൺ തയ്യാറാക്കിയിരുന്നു. ജയിലർ 1 പോലെ ജയിലർ രണ്ടാം ഭാഗവും ഒരു വൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ഞാൻ പറയുന്നത് ലോകമെമ്പാടുമുള്ള ആരാധകർ കാത്തിരിക്കുന്ന ഒരു മോഹൻലാൽ ചിത്രത്തെ പറ്റിയാണ്. ദൃശ്യം 3. ലോകമെമ്പാടും ആരാധകരുള്ള ഒരു ഫ്രാഞ്ചൈസിയാണ് ദൃശ്യം. ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും വൻ വിജയമായി മാറിയതോടെ മൂന്നാം ഭാഗത്തിനായി ആരാധകർ കാത്തിരിക്കുകയാണ്. ദൃശ്യം സിനിമയെപ്പറ്റി കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ വന്ന ഈ ഒരു ചിത്രത്തിന്റെ മൂന്നാം ഭാഗം 2026 മാർച്ചിൽ റിലീസിനെത്തും. ഈ ഒരു ചിത്രം ഒരു വൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മോഹൻലാലിന്റെ വരാനിരിക്കുന്ന സിനിമകളിൽ നിങ്ങൾ ഏറ്റവും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന സിനിമ ഏതാണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക. കൂടാതെ ഇതുപോലെയുള്ള കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് ആദ്യമേ തന്നെ എത്തുന്നതിനായി ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.